ലോകത്തിൽ നാം ഏറ്റവും സ്നേഹിക്കുന്ന ആരെയാണ്? ചിലർ പറയും ഭാര്യമാരെ, ചിലർ പറയും മക്കളെ, മാതാപിതാക്കളെ ഒക്കെ ആയിരിക്കാം. വ്യത്യസ്തമായ ഒന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ വേദപുസ്തകമാണ്. ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്തമായ ഒരു വേദപുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇതൊരു സാധാരണ വേദപുസ്തകമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഞാനിതിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ ഇതിൻ്റെ സവിശേഷത നിങ്ങളെ ആകർഷിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇത് ഒരു വ്യത്യസ്തമായ വേദപുസ്തകമാണ്. കഴിഞ്ഞ 3-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ് വിശുദ്ധ വേദപുസ്തകം സ്വന്തം കൈകൊണ്ട് എഴുതി പൂർത്തീകരിക്കുക എന്നുള്ളത്. കൃപയാൽ എൻ്റെ കർത്താവ് അത് എനിക്ക് സാധിപ്പിച്ചു തരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സാധാരണ വേദപുസ്തകം തന്നെയാണ്. അതിൽ എങ്ങനെയാണോ വാക്യങ്ങൾ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും എല്ലാ വാക്യങ്ങളും കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഒരു കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വാസ്തവത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. നാം ശ്രമിച്ചാൽ നമുക്ക് അസാധ്യമായ ഒന്നുമില്ല. ഇതാ ഈ വേദപുസ്തകം ആ നിലയിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു വേദപുസ്തകമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ പുതിയ നിയമഭാഗങ്ങളും പഴയ നിയമഭാഗങ്ങളും ഉൾപ്പെട്ട ഈ വേദപുസ്തകം ഏറ്റവും ഒടുവിലായ വെളിപ്പാട് പുസ്തകം വരെ എഴുതി തീർക്കുവാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇത് എല്ലാവർക്കും കാണത്തക്കവണ്ണം അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ശ്രമത്തെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. എനിക്ക് ഏതാണ്ട് 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തുമോ എന്ന് ചോദിച്ചാൽ പ്രായമൊന്നും ഇതിന് ഒരു ഘടകമേ അല്ല. മനസ്സുണ്ടെങ്കിൽ വഴിയും ദൈവം തുറക്കും. അതിൻ്റെ ഒരു ഫലമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് അനേകർക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾക്കും അസാധ്യമായ ഒന്നുമില്ല. കർത്താവിൽ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഏത് കാര്യവും ദൈവത്തിൽ സമർപ്പിച്ചാൽ അത് ദൈവം സഫലമാക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടെയാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ.